യോ നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുറകിൽ എഴുതി വായിച്ചൊക്കെ നിങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ട് ചെറുങ്ങനെയെങ്കിലും യാ ടൈറ്റാനിക് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാനിത് കാണിക്കാൻ പോകുന്നത് ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ, ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബെൽഫാസ്റ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ RMS ടൈറ്റാനിക്, നമ്മുടെ ഐസ്ബർഗിൽ തട്ടി മുങ്ങിയ ടൈറ്റാനിക്കില്ലേ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും സ്വന്തം ടൈറ്റാനിക്കില്ലേ, ഓർമ്മയുണ്ടോ? ആ ടൈറ്റാനിക് നിർമ്മിച്ചത് ഈ ഒരു ബെൽഫാസ്റ്റിൽ വെച്ചിട്ടാണ്. ആ ടൈറ്റാനിക് യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ശരിക്കും അതിൻ്റെ ഫസ്റ്റ് നീറ്റിലിറക്കി യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അപ്പം ആ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിനകത്തുള്ളത്. ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം, അതിൻ്റെ യാത്ര, അതിൻ്റെ തകർച്ച, അതുപോലത്തെ അത് മുങ്ങിയെടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അനിൽ ബ്രോ ഉണ്ട്, അതുപോലെ നമ്മുടെ സ്വന്തം റോഷൻ ബ്രോ ഉണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഇതിനകത്ത് കയറാൻ ഏകദേശം ഫീസ് എന്ന് പറയുന്നത് 19 പൗണ്ടാണ്. നാട്ടിലത്തെ 1900 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അകത്തേക്ക് നോക്കാം വെർത്താണോ ഇല്ല എന്നുള്ളത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തെയാണ് കേട്ടോ. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ വരാൻ പറ്റും. അതാണ് അവസ്ഥ. നോക്കാം നമുക്ക് എന്തൊക്കെയുള്ളത്. കയറുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ബെൽഫാസ്റ്റ് സിറ്റിയുടെ 1907 ബെൽഫാസ്റ്റ് ടൗണിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. കുഞ്ഞ് ട്രാമും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ഡോൺഗാൾ സ്ക്വയറിലാണ് ബെൽഫാസ്റ്റ് സിറ്റിയിൽ. ഇത് 1899 ഒരു പ്രിന്റിംഗ് കമ്പനിയിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഫോട്ടോസാണ്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സ്ത്രീകളുടെ മുഖം ഒരിക്കലും വ്യക്തമല്ല, ഫേസ് ബ്ലറായിട്ടുണ്ട്, ബാക്കിയൊക്കെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ കയറുമ്പോൾ ഇവിടെ ഈ ഇതേപോലെ തന്നെ പണ്ട് കാലത്ത് ആ ഒരു സ്ട്രീറ്റിനെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു സ്ക്രീനിൽ ഒരു വീഡിയോ നടത്തുന്നുണ്ടോ. ഇവിടെ ഉണ്ട് നമുക്ക് സൗണ്ടെല്ലാം കൊടുത്തിട്ട് 1900 കാലഘട്ടത്തിലുള്ള ബെൽഫാസ്റ്റ് സിറ്റി ആണ് കാണുന്നത്. ഇതെന്താ വെച്ചാൽ നമുക്ക് ലിനൻ അറിയില്ല, നമ്മുടെ അടുത്ത് ഡ്രസ്സില്ല, ലിനൻ തുണികൾ. ആ ലിനൻ തുണികൾ ഉണ്ടായ ശരിക്കും ബെൽഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ലിനൻ തുണി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഫ്ലാക്സ് സീഡ്സ്. ഈ ഫ്ലാക്സ് സീഡ്സ് നിന്നാണ് നെക്സ്റ്റ് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. കേട്ടോ, ഇതിന്നാണ് നെക്സ്റ്റ് ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. ഇതിന്നാണ് ഇത് ഫൈബേഴ്സ് ആണ്. ഇതിന് ഫൈബേഴ്സ് ഫസ്റ്റാണ്. ഇത് ലിനൻ യാൺ എന്ന് പറയും. ഇതിന് കുറച്ചും കൂടി ഇതാക്കിയിട്ട് ഇതാണ് ശരിക്കും ബ്രൗൺ ആൻഡ് വൈറ്റ് ലിനൻ. ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്നാണ് പിന്നെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 40% ഐറിഷ് ലിനൻ വാസ് എക്സ്പോർട്ടഡ് ത്രൂ ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞു 1807. അപ്പോൾ ആ ലിനൻ്റെ ആ ഒരു ഫാക്ടറിയുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തില്ല. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലെ ആൾക്കാർക്കുള്ള കുറച്ച് വരുമാനത്തിന് ഓപ്ഷൻ കൂടി കേട്ടത്. ഇതൊക്കെ ലിനൻ്റെ ഫാക്ടറീസുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസാണ്. ഇത് ആക്ച്വലി ഒരു TV ആണ്. ആ TV-യിലാണ് അവർ ഇത്ര ക്ലാരിറ്റിയുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. വെൽ മെയിൻറ്റെയിൻ കേട്ടോ. ഇതൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഓരോ ആൾക്കാർ നടന്നു പോകുന്ന ഒരു രീതി ഉണ്ടോ. യെസ്, ബ്രിട്ടീഷ് എംപയർ. മക്കളെ, ബ്രിട്ടീഷ് എംപയറിൻ്റെ പണ്ടത്തെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. 1907 ബ്രിട്ടീഷ് എംപയറിൻ്റെ ഫോട്ടോ ആണത്. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇവിടെ ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ മ്യാൻമർ, ഈ 3 മാസം സമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിലായിരുന്നു. ആ സമയത്ത്. പിന്നെ അതുപോലെ സുഡാന്, നൈജീരിയ, അതുപോലെ ഇത് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക, ഇപ്പം സൗത്ത് ആഫ്രിക്കയാണ്. പണ്ട് റോഡേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പപ്പുവ ന്യൂ ഗിനി ഉണ്ട്. അതുപോലെ ബ്രൂണേൻ്റെ ഒരു ഭാഗമുണ്ട്. ബ്രൂണല്ല, മലേഷ്യ കേട്ടോ. മലേഷ്യൻ്റെ എന്താ പറയുക, അതിന് പറയാം സബ ഏരിയ. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ കാനഡ, അതുപോലെ തന്നെ ഈ സൗത്ത് അമേരിക്കൻ്റെ ചെറിയൊരു പപ്പുവ ന്യൂ ഗിനിയാന്ന് തോന്നുന്നത്, ട്രിനിഡാഡ് ഭാഗം, പപ്പുവ ന്യൂ ഗിനി. ഇത്രയും ഭാഗങ്ങൾ പണ്ട് ശരിക്കും ഈ ഒരു ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിലായിരുന്നു. ഇംഗ്ലണ്ട് അയർലൻഡിൻ്റെ ശത്രുവാണെന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ അയർലൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടുകാരനാണെന്നാണ് ഇവരെ തല്ലുന്നുള്ളത്. പണ്ടത്തെ കാലത്തെ ആ ഒരു പിക്ചറില്ലേ, ആ പിക്ചർ കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും, അതിൽ ആൾക്കാർ നടക്കുന്ന പോലത്തെ ഇങ്ങനെ നിഴൽ രൂപങ്ങൾ കൊടുക്കുന്നത് അത്രയും കേട്ടോ. പണ്ടത്തെ കാലത്തെ ഫോട്ടോസാണ് ഇതൊക്കെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 19th സെഞ്ചുറി മുതൽ ബെൽഫാസ്റ്റ് ഹാർബറിൽ ഷിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഷിപ്പ് ബിൽഡിങ്സ് എന്ന് വെച്ചാൽ കപ്പൽ നിർമ്മാണം ഉണ്ടായിരുന്നു കേട്ടോ ഈ ബെൽഫാസ്റ്റ് ഹാർബറിൽ.
ഇവിടെ അതിൻ്റെ ചെറിയൊരു രൂപരേഖ കൊടുത്തിട്ടുണ്ട്, ഒരു ഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ രൂപരേഖ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. കാരണം ഇവിടെ അറ്റ്ലാന്റിസ് ഓസീനാണ്. അറ്റ്ലാന്റിസ് കഴിഞ്ഞ നേരപ്പുറം നമുക്ക് അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾ കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതായിരിക്കും ഒരുപക്ഷെ ബെസ്റ്റ് പ്ലേസ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഷിപ്പ് ഉണ്ടാക്കുന്നത് ഡ്രൈ ഡോക്കിൽ വെച്ചിട്ടാണ്. ഡ്രൈ ഡോക്ക് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടത്, നിങ്ങൾ ഈ ഫോട്ടോ പോലെ വലിയൊരു കുഴിയിനുള്ളിൽ ഡ്രൈ എല്ലാ സ്ഥലം ഉണ്ടാവും. അവിടെ ഷിപ്പ് പണിഞ്ഞു കഴിഞ്ഞിട്ട് അതിലെന്ത് ചെയ്യും, വെള്ളം നിറക്കും. വെള്ളം നിറച്ചിട്ട് ഷിപ്പ് പൊക്കിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ രൂപമാണ് ഈ താഴെ കാണുന്നത്. ഡ്രൈ ഡോക്കിൻ്റെ രൂപമാണ് കാണുന്നത്. ഇത് ടോംസൺ ഗ്രേവിംഗ് ഡോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. 1903 നിർമ്മിച്ചു കേട്ടോ. അതിൻ്റെ രൂപരേഖയാണ് കേട്ടോ. ഈ മിഡിലായിട്ടാണ് ഷിപ്പ് അവർ നിർമ്മിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഈ ഷിപ്പിൻ്റെ നിർമ്മാണത്തിന് സാധനങ്ങൾ കൊണ്ടുവരാൻ റെയിൽ ലൈനൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗത്തോടെ ഷിപ്പ് നിർമ്മിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോടെ ഷിപ്പ് നിർമ്മിക്കുക. ഷിപ്പ് നിർമ്മിച്ച് കഴിഞ്ഞ് ഇതിനുള്ളിൽ വെള്ളം നിറച്ചിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. അതാണ് സംഭവം. വാവ്. ഇത് എമിഗ്രേഷൻ സ്റ്റോറിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ പലായനം ചെയ്തിട്ടുണ്ട്. എമിഗ്രേഷൻ വെച്ചാൽ മൈഗ്രേഷൻ വെച്ചാൽ പലായനം, അങ്ങനെയാണ് സംഭവം. അപ്പോൾ കേട്ടോ 20th സെഞ്ച്വറിയിൽ 8 മില്യൺ യൂറോപ്യൻസ് അമേരിക്കയിലേക്കും കാനഡയിലേക്കും പലായനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ പോകാൻ വേണ്ടി അന്ന് ഉപയോഗിച്ച റൂട്ടാണിത്. പോകാൻ വേണ്ടി മാത്രമല്ല, പല ആവശ്യങ്ങൾക്കും. ഇതിപ്പോൾ ഇവിടെ കണ്ടോ, ഇംഗ്ലണ്ടാണ് ഈ കാണുന്നത്. ഇംഗ്ലണ്ടാണ്. ഇവിടുന്ന് ഇവർ നേരെ കാനഡയിലേക്കൊക്കെ പോകുന്ന ഷിപ്പ് റൂട്ടാണ്. ആ ഷിപ്പുകൾ പോയിക്കൊണ്ടിരുന്ന റൂട്ടാണിത്. അപ്പോൾ അതിന് അയർലൻഡിൽ ഡബ്ലിൻ ഉണ്ടായിരുന്നു കേട്ടോ. അയർലൻഡിൽ ഡബ്ലിൻ ഉണ്ടായിരുന്നു. പിന്നെ മേലെയുള്ളത് ബെൽഫാസ്റ്റ് ആണ്. എനിക്ക് ഇവിടെ കാണാൻ പറ്റും, ബെൽഫാസ്റ്റ് കാണാൻ പറ്റും. പിന്നെയുള്ളത് സൗതാംപ്ടൺ. ഇത് കേട്ടോ, സൗതാംപ്ടൺ താഴെ ഇതാണ് പിന്നെയുള്ളത്. ഇതിപ്പോൾ അടുത്ത റൂമാണേ. ഇവിടെ എന്നുള്ളത് നേരത്തെ എന്തൊക്കെ ഉണ്ടുള്ളത്? ഇത് ഡിസൈൻ ചെയ്യുന്ന റൂമാണ്. ഓക്കെ. ടൈറ്റാനിക് ആദ്യം ഡിസൈൻ ചെയ്ത് ആ റൂംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ഡയഗ്രമാണ് ഈ കാണുന്നത്. എങ്ങനെയൊക്കെയാണ് ഓരോ ഡെക്കും അതിൻ്റെ അടിയിലാണ്. അത് അവിടെ കണ്ടാലും മെഷീൻസ് കണ്ടാലും. യെസ്. ഇതൊക്കെ ടൈറ്റാനിക്കിൻ്റെ മെഷീൻസ് ചെയ്ത് പിസ്റ്റൺസ് ഉണ്ട് അല്ല? വാവ്. ഓക്കെ. അപ്പോൾ ഈ ചുമർ ചിത്രങ്ങളിലൊക്കെ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും പേര് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും ഓരോന്ന് ഡിസൈൻ ചെയ്യുന്ന ഓരോ എഞ്ചിനീയേഴ്സ് അല്ലേ? ഇത്രയും വലിയ കപ്പലല്ലേ അവന് ഡിസൈൻ ചെയ്യാൻ ആൾ വേണ്ടേ? നമുക്ക് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ച ആ ഒരു സ്കെയില് കോമ്പസ് ഒക്കെ കേട്ടോ. നോക്കിയേ, സ്കെയില് കോമ്പസ് കാര്യങ്ങളൊക്കെ. മൂപ്പര് മാത്രം പണിയെടുക്കാണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും. അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് പണിയുമ്പം അല്ലേ, ഏറ്റവും വലിയ യാത്രാ കപ്പൽ പണിയുമ്പോൾ അവർ അതിനനുസരിച്ചിട്ടില്ലേ അന്നത്തെ ഏറ്റവും വലിയ ആഡംബര യാത്രകൾ അത് പണിയുമ്പം. അപ്പോൾ അത്രയും നല്ല ബെസ്റ്റ് ടീമിന് മാത്രം അവർ കൊടുക്കും. ഇതെന്ന് വെച്ചാൽ അന്ന് ഈ ഒരു കപ്പലുകൾ പണിയുമ്പോൾ അവർ ഉപയോഗിച്ച ക്രെയിൻസ് കേട്ടോ. ഇപ്പോൾ ഈ 3 വട്ടം കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുണ്ടോ, മൂവ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ക്രെയിൻ എങ്ങനെയാണ് വർക്കായിക്കൊണ്ട് നിൽക്കുന്നത് അവർ കൊടുത്തതാണ്. ഓക്കെ. ഇനി അങ്ങോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടാക്കാൻ പറ്റും. താഴോട്ടേക്ക് വരും. സിമ്പിൾ, കുട്ടികൾ കളിക്കുന്ന ടോയ് പോലുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അവർ അങ്ങനെ അത് ചെയ്തിരുന്നു. ഓക്കെ. ആരോൾ ഗാൻട്രി എന്നാണ് ഇതിന് പറയുന്ന പേര്. 1908 പിക്കാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഹറാൾഡ് വോൾഫ് ആരോൾ ഗാൻട്രി സ്ലിപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. യാർഡ് നമ്പർ കൊടുത്തിട്ടുള്ളത്, സ്ലിപ്പ് നമ്പർ യാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഷിപ്പ് യാർഡിലേക്ക് കയറുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ. നിങ്ങൾ ഓക്കെ. അതിന് മുകളിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അവർ. ഓക്കെ. ഷിപ്പ് യാർഡിൻ്റെ മുകളിൽ നോക്കുന്ന പോലില്ലേ അവരെ കാണുമ്പോൾ? നാച്ചുറലായിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ച് 1907 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ച് ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഈ തൊപ്പിയുണ്ട് നിങ്ങൾ, ആ ജാക്ക് ഇട്ടാടുന്ന തൊപ്പിയില്ലേ, ആ തൊപ്പിയല്ലേ കാണുമ്പോൾ ടൈറ്റാനിക്കിലെ? ഇതിവിടെ കേജുകളുണ്ട്. ഇനി നമ്മളെങ്ങോട്ടൊക്കെ പോണേ? ലിഫ്റ്റ് കയറി ഒരു റൈഡുണ്ട്. അത് അവരെങ്ങനെ കാണിച്ചെന്ന് അവർ ആ ഒരു TV കൂടെ കാണിക്കുന്നത്. അത് നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നിക്കും. വാവ്. നമുക്ക് നേരെ പോയി റൈഡാണ്. ചിലപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലുണ്ടാവും. ചിലപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എനിക്കതൊന്നും കളയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മുകളിലെത്തി. സംഭവം ഇപ്പോൾ കൊറോണ ആയിട്ടൊന്നും ആൾക്കാരൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നിറയേണ്ട സ്ഥലമാണ്. ഇത് നമ്മൾ ആ ഒരു ക്രെയിൻ്റെ മുകളിലത്തെ ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ താഴെന്ന് കണ്ടില്ല, ക്രെയിൻ്റെ ആർച്ചിൻ്റെ മുകളിൽ മോൾ വാഷ് അങ്ങനത്തെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ സൗണ്ടും ഇടയ്ക്കിടയ്ക്ക് വർക്കേഴ്സ് പണിയെടുക്കുന്ന സൗണ്ട് കൊടുത്ത് നാച്ചുറലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ടൈറ്റാനിക് പണിയെടുക്കുന്ന ആ ഒരു കോലാണ് കാണുന്നത് കേട്ടോ. ടൈറ്റാനിക്കിൻ്റെ വർക്ക് കിടക്കുന്ന ഒരു കോലാണ് ഇവിടെ കാണുന്നത്. തട്ടലും മുട്ടലും ഒച്ച കേൾക്കുന്നുണ്ട് നിങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാത്തത്. കാരണം തട്ടലും മുട്ടലാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ. ആർച്ചാണ്. ഇത് നമുക്ക് കാണാൻ പറ്റും, വെളിയിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ?
ഈ പില്ലേഴ്സ് നമുക്ക് പണിഞ്ഞ സ്ഥലം വെളിയിലാണ്, അത് നമുക്ക് കാണാൻ പറ്റും. ഈ പില്ലേഴ്സിന്റെ നടയിൽ വെച്ചിട്ട് ടൈറ്റാനിക് പണിതത് അല്ല? അത് കാണാൻ പറ്റും വെളിയിൽ. യെസ്, ഇവിടെ ക്രെയിനുകളൊക്കെ ഫോട്ടോസ് തന്നെയാണ്. യെസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷിപ്പ് യാർഡ്. ഇത് ഷിപ്പ് യാർഡ്. അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഗ്യാസ് വെൽഡിങ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെൽഡിങ് അങ്ങനെയല്ല. പക്ഷെ പണ്ട് വെൽഡിങ് ആയിരുന്നില്ല. ഇതുപോലെ ഓൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സാധനം വെച്ച് അടിച്ച് കയറ്റിയിട്ട് ഉരുക്കലട്ടോ. ഉരുക്കി കയറ്റില്ല പണ്ടത്തെ പരിപാടി. ഉരുക്കിയിട്ടായിരുന്നു പണ്ട് എന്ത് ചെയ്യുന്നത്, ഈ കപ്പലും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. ഡിഫറൻസ് ഉണ്ട്. ബൈപ്പാസ് ഷിപ്പ് യാർഡ് റൈഡ്. ബൈപ്പാസ് ഷിപ്പ് യാർഡ് റൈഡ്. ബൈപ്പാസ് വേണം ഷിപ്പ് യാർഡ് റൈഡ്. minutes from here. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ നാട്ടിലത്തെ ഫാൻറ്റസി പാർക്കിലെല്ലാം പോയി കഴിഞ്ഞാൽ റൈഡ് ഇടില്ലേ, ആ റൈഡ് ഇവിടെ കിട്ടും. നമ്മളിപ്പോ റൈഡ് തുടങ്ങിയ That's where you worked in Belfast. My dad got me my start. Then my brothers after me. You could hear the noise from where we lived, but nothing prepared you for the size of the place. പണ്ട് ടൈറ്റാനിക്കിന്റെ ഷിപ്പ് യാർഡിലെ കൂടെ നമ്മൾ പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ടുകൾ നമുക്ക് അങ്ങനെ തന്നെ കേൾക്കാൻ അവർ പറഞ്ഞത്. സംഭവം ശരിയാട്ടോ. ഓക്കെ, we didn't call her Titanic then. I was there from the beginning. I watched the shipwrights lay the keel blocks. They set big wooden blocks on the slipway to start with. Then the keel is top of it. സംഭവമില്ല, മനസ്സിലായില്ല. പണ്ട് പണിക്ക് വേണ്ടി പലക ഇങ്ങനെ ക്രെയിനിൽ കൊണ്ടുപോലെ ആ പലകേന്റെ പോസ്റ്റിലാണ് ഇവർ നമ്മളെ കാണുന്നത്. അപ്പൊ പലക ആടുന്ന പോലെ നമ്മൾ ആടും, പലക അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ നമ്മൾ ആടി കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. Workshops for every trade you ever heard of. Painters, sailmakers, coppersmiths, boiler makers, cabinet makers. I even learned a bit about French polishing of them. Harlot was a fine place to work, but dangerous. Every ship cost a life. You'd heat steel beams in the furnace, then hook them onto slabs. ഇവിടെയാണ് അതിന് നെറ്റ് ബോൾട്ടൊക്കെ അടിച്ചു ഉരുക്കുന്നത് കണ്ടോ, അടിച്ച് ഉരുക്കുന്നത് ഇവിടെ നിന്ന് കേട്ടോ. നെറ്റ് ബോൾട്ടും കാര്യങ്ങളൊക്കെ അതിന് മേലെ വീഡിയോ ഉണ്ടെങ്കിൽ ആ സ്ഥലമാണത്. ഇവിടെ പണ്ടത്തെ ആൾക്കാർ ജോലി ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇവിടെ ഉണ്ട്. One of the foremen told me years ago, that's how you build steel ships. Okay, അതിന്റെ ചെയിൻ, ഈ ടൈറ്റാനിക്കിന്റെ ചെയിൻ ഒക്കെ. I worked as a heater boy. You had to heat the rivets on a wee plate. You pumped the bellows till the rivet was white and throw it up to the catcher, and he put in the hole in the plate and hold it up. There were two of us on the other side of the plate to hold it up. We had to hammer the rivet so it filled the hole before it turned dull red. ഇത് പണി നടന്നു കൊടുക്കുന്നതിന്റെ ഒരു പകുതി ഭാഗം. That's a wee space we called the tanks, made up of steel plates. The rest of the rivet squad all had to fit in that gap. One of the foremen would check each rivet with a special hammer. It made a ringing sound. We'd have to get back and chase it out after work. ഇത് വന്നൊരു ചാനലല്ലേ, വിൻഡോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നത്. അടിച്ച് കയറ്റുന്നുണ്ടോ, ചൂടാക്കി അടിച്ച് കയറ്റുന്നുണ്ടോ. And the constant hammering against the shell plates. You could hear it all over Belfast. ഈ അടിക്കുന്ന സൗണ്ട് ബെൽഫാസ്റ്റ് മൊത്തം കേൾക്കാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് പറഞ്ഞത്. We were paid 31 bob a week. The heater boy in Catchword got 16 bob, but we all worked the same 54 hours. The upper deck was steel too, and part of the strength of the ship. There's no straight lines on the ship, and when you look down the weather deck, you can see the shear of the hull, but stopped her flexing at sea. ഇതൊക്കെ ഷിപ്പിന്റെ ഭാഗങ്ങളാണ്, നമ്മൾ അതിന്റെ നടുവിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. When we came to launch day, I was torn between pride and fear. അവിടെ തണുത്ത കാറ്റുകൊണ്ട് ഫീൽ വേണ്ടിട്ട് train oil and soft soap, so the ship would slide when they shifted her weight off the blocks. That was the most dangerous part. When the shipwrights were knocking away the last props, they were under compression, you see, and the sliding ways would be released by the hydraulic trigger.
100,000 people watched the launch. Some paid a bomb. അത് ആൾക്കാരല്ല, അത് TV ഡിസ്പ്ലേ ആണ്. കാരണം പണിയെല്ലാം കഴിഞ്ഞ ആൾക്കാർ നേരെ പോകുന്ന വിസ്കിയും ബിയറും അടിക്കാൻ കാണിക്കാൻ വേണ്ടി വെച്ചത്. To wish her well. That you were proud to be an island man that day. Wow. ഇവരിന്ന് ഇറങ്ങി ശരിക്കും നമ്മൾ വീഗാലാൻഡിൽ പോയല്ലേ? ആ ഷിപ്പ് യാർഡിലെ കൂടി പോയ ഒരു ഫീൽ കേട്ടോ. അപ്പോൾ നമ്മളിനി പുറത്തേക്കാണ് പോണത്. ഇനി നമ്മൾ അടുത്ത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഇത്ര സമയം നമ്മൾ കണ്ടത് ടൈറ്റാനിക് നിർമ്മിക്കുന്നതിന്റെ കാര്യങ്ങളായിരുന്നു. അതിന്റെ ഫസ്റ്റ് മുതൽ പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ കാണിച്ചു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൈറ്റാനിക് ലോഞ്ച് ആണ്. മെയ് 31, 1911 12:13 ആ സമയം പ്രിപ്പറേഷൻ ഫോർ ദ ലോഞ്ച് ഓഫ് ടൈറ്റാനിക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടൈറ്റാനിക്കിന്റെ ലോഞ്ചിങ് പ്രിപ്പറേഷൻസ്. ഇത്ര കാലം ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് അറിയാവോ? ടൈറ്റാനിക്കിന്റെ ലോഞ്ചിങ് കാണാൻ വേണ്ടിട്ട്. ക്യാൻ യു ബിലീവ് ഇറ്റ്? യെസ്. നിങ്ങളൊന്ന് ഫീൽ ചെയ്യും. നിങ്ങൾ 1911 കാലഘട്ടത്തിലുള്ളത് ഫീൽ ചെയ്യും. നിങ്ങളുള്ളത് ബെൽഫാസ്റ്റിലൊന്ന് ഫീൽ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ കാണാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടുള്ളത് ടൈറ്റാനിക്. ഇവിടെ ഉണ്ട്. അന്ന് നിർമ്മിച്ച ആ ഒരു ടൈറ്റാനിക്കിന്റെ രൂപരേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ല മിനിയേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കാണുന്ന ട്രെയിൻ ഇല്ല, ആ ട്രെയിനിന്റെ ഉള്ളിൽ കണ്ടോ ഒരു കുഞ്ഞു ടൈറ്റാനിക് ഇവിടെ. ഇതേപോലെയായിരുന്നു അന്നത്തെ ആ വലിയ ടൈറ്റാനിക്കും. ആ ഒരു കവർ ചെയ്തില്ല സ്ക്വയർ, ആ ഭാഗത്തെ കേട്ടോ. ഇതിന്റെ ഉള്ളിലായിരുന്നു അന്ന് ടൈറ്റാനിക് പണിത്. ഇതിന്റെ ഉള്ളിൽ ഈ രണ്ട് സ്ഥലങ്ങളുണ്ട് ഇവിടെ, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഇതിന്റെ ഇടതുവശത്തുള്ളതാണ് ശരിക്കും ടൈറ്റാനിക് പണിത്. വലതുവശത്തിൽ ഒളിമ്പിക്സ് തന്നെ വേറൊരു ഷിപ്പാണ് പണിത്. ഇവിടെ ആലോചിച്ചേക്കുന്നേ അല്ലേ? ലോകത്തെമ്പാടുമുള്ള ആൾക്കാരുടെ എന്താ പറയുക മനസ്സിലെ എപ്പോഴും ചെറിയൊരു വേദനയോട് കൂടി മാത്രം ഓർക്കാൻ പറ്റുന്ന ടൈറ്റാനിക്. ആ ടൈറ്റാനിക് നിർമ്മിച്ച സ്ഥലമാണ് എൻ്റെ പുറകിലുള്ളത്. ഈ ഒരു കോംപ്ലക്സിനുള്ളിൽ, ഈ ടൈറ്റാനിക് മ്യൂസിയത്തിനുള്ളിൽ മുഴുവനുള്ളത് ടൈറ്റാനിക്കിന്റെ ഓർമ്മകളാണ്. നിങ്ങൾ അതിലേക്കൂടി കയറി ഇതിലേക്കൂടി തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വിഷമം എന്തുകൊണ്ടും. കാരണം ഇത്രയും ആൾക്കാർ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലോകത്തെമ്പാടും അറിയിച്ച് ഒരിക്കലും മുങ്ങില്ല, സിങ്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു കപ്പൽ. ആ കപ്പലാണ് ഐസ്ബർഗിൽ അടിച്ചിട്ട് മറിഞ്ഞു. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു, ഒരുപാട് ആൾക്കാർ പിന്നെ എന്താ രക്ഷപ്പെട്ടു. ഒന്ന് ആലോചിക്കല്ലേ? നമുക്കൊരു ചെറിയ പാടാട്ടോ. നമ്മളെ എത്ര വലുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഇത്രയേ ഉള്ളൂ. ലോക പ്രശസ്തമായ ടൈറ്റാനിക് വരെ മുങ്ങി. ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്തെടുത്ത് അത്രയും ഡെലിവറി ഡിസൈനേഴ്സ് ടൈറ്റാനിക് വരെ മുങ്ങി. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ എത്ര വലിയ ആളാണെന്ന് നമ്മൾ വിചാരിച്ചാലും ചെറിയൊരു കല്ല് വന്ന് തലക്കടിച്ചാൽ മതി, കലാസ് ഭൂം, നല്ല പോലെയായിട്ട് അഹങ്കാരം ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ആരെയും വെറുപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എല്ലാവരും കേട്ടോ. പിന്നെ അതുപോലെ അങ്ങ് ദൂരൊക്കെ ഉണ്ടോ അവിടെ ഒരു ചെറിയ ബോട്ട് ഉണ്ടോ ദൂരെ? അതായത് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഷിപ്പാണ്. സ്റ്റെന എന്ന് പറഞ്ഞ ഒരു പോർട്ടാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് ഇറങ്ങിയത്. ആ ഒരു പോർട്ടിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ടൈറ്റാനിക്കും വരുന്നത്. വൗ, ഇപ്പോഴല്ലേ ഇത് മ്യൂസിയമൊക്കെ ആയത്. പണ്ടൊക്കെ ഇത് എന്തായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ കണ്ടോ ഒരു വര കണ്ടോ? ഇതാണ് ടൈറ്റാനിക്കിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ഇതിന്റെ വലിപ്പം അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ നേരിട്ട് വന്ന് ഈ ഒരു സ്ഥലത്ത് നിന്നാലേ നമുക്ക് ഇതിന്റെ വലിപ്പം അറിയാൻ പറ്റും, അത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നുള്ളത് ടൈറ്റാനിക് ആയത്. അതുപോലെ അതേ ലെവലിൽ ഇപ്പോൾ ഉള്ള ആ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു ഷിപ്പിന്റെ ലൈനാണ് നിങ്ങൾ കാണുന്നത്, അതിന്റെ വരയെ കാണുന്നത്. ഇതിന്റെ വലിപ്പവും കണ്ടോ. പക്ഷെ ഇതിനേക്കാളും വലിപ്പം ഉണ്ടായിരുന്നു ഈ ഒരു ടൈറ്റാനിക്. അങ്ങനെ നമ്മൾ ടൈറ്റാനിക് ഉണ്ടാക്കുന്നത് കണ്ടു. ടൈറ്റാനിക്കിന്റെ ലോഞ്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ടൈറ്റാനിക്കിന്റെ ഉൾവശം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ടൈറ്റാനിക് അടിക്കുന്ന ആ ഒരു സീൻ കേട്ടോ. അത് നമ്മൾ കാണാൻ പോകുന്നത് ടൈറ്റാനിക്കിന്റെ ഉൾവശമാണ്. ഇത് ടൈറ്റാനിക്കിന്റെ കുറച്ചും കൂടി വലിയ മിനിയേച്ചറാണ്. ഇവിടെ കാണാൻ പറ്റും 1, 2, 3, 4 ഫ്ലോർസ് നിറച്ച് റൂമുകൾ അല്ലേ? 6 മൊത്തം വരുന്നുണ്ട്. വാവ്, 1, 2, 3 ക്രെയിൻസ് ഉണ്ട്. ഇത് ഡെക്കാണ്. അതുപോലെ ജാക്ക് ആൻഡ് റോസ് ഒക്കെ ഇങ്ങനെ നിന്നത് അവിടെ കേട്ടോ. ഇവിടെയാണ് ജാക്ക് ആൻഡ് റോസ് ഒക്കെ നിന്നത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. പിന്നെ എങ്ങനെ ആലോചിക്കാൻ ഒരു ഫീല്. പിന്നെ ഇത് ഒറിജിനൽ ഫോട്ടോസ് ആണ് ടൈറ്റാനിക്കിന്റെ ആ ഒരു സമയത്തുള്ള ഒറിജിനൽ ഫോട്ടോസ് ആണ്. ഇത് ആക്ച്വലി ഈ ഒരു വശത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ലൈൻ പോലെ, ആ ലൈനിന്റെ വശമാണിത്. ഇതാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ആ ഒരു ആർച്ച്. ഇവിടെ ഉണ്ട് പില്ലേഴ്സ്, ഇവിടെ ഉണ്ട്.
അതൊക്കെ ഒറിജിനൽ ഫോട്ടോസ് ആണ്. യെസ്, ഒറിജിനൽ ഫോട്ടോസ് ഉണ്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ഭാഗം ഇതാണ് എന്ന് വെച്ചാൽ ഇടത്ത് സൈഡ് ടൈറ്റാനിക്കും വലത്ത് സൈഡ് ഒളിമ്പിക്സ്. അപ്പം അതിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ടൈറ്റാനിക്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വശമായിട്ടാണ്, ഈ ഒരു വശമായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കാണാം, ഫ്രണ്ട് കാണാം, ടൈറ്റാനിന്റെ ബാക്ക് സൈഡാണ്. എഞ്ചിന്റെ ആ ഒരു സംഭവം ഘടിപ്പിക്കുന്ന സാധനമൊക്കെ ഇവിടെ കാണുന്നത്. ഇത് പുറത്ത് വെള്ളത്തിന് എടുത്തുള്ളൂ കേട്ടോ. ഈ ടൈറ്റാനിക് വെള്ളത്തിൽ ഇറക്കിയുള്ള സീനാണ്, ഫസ്റ്റ് വെള്ളത്തിൽ ഇറക്കിയുള്ള ഒരു സീനായി കാണുന്നത്. ഇറക്കുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ടൈറ്റാനിക് ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ്, പക്ഷേ ഫസ്റ്റ് യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നല്ല, സൗത്താംപ്ടണിൽ നിന്നാണ്. വേറെ കാര്യം കൊണ്ടുണ്ട്, ഒഫീഷ്യലി ഫസ്റ്റ് യാത്ര തുടങ്ങിയത് ബെൽഫാസ്റ്റിനാണ്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരും കയറ്റിയിട്ട് അമേരിക്കയിലേക്ക് യാത്ര തുടങ്ങിയത് അപ്പുറത്ത് കേട്ടോ. അതുകൊണ്ടാണ് അവിടുന്ന് റെക്കോർഡിങ്ങിൽ അവിടുന്ന് വരുന്നത്. നമ്മൾ ആ മൂവിയിൽ കണ്ട ജാക്ക് റോസിൽ കയറുന്ന പോർട്ടില്ല, അത് ശരിക്കും സൗത്താംപ്ടൺ ആയിരുന്നു, ബെൽഫാസ്റ്റ് അല്ല കേട്ടോ. അതിന് എഞ്ചിൻ റൂം നമ്മൾ നേരത്തെ കണ്ട ഈ രൂപത്തിന്റെ ഓപ്പോസിറ്റ് വശമാണിത്. അപ്പുറം ഒന്നുണ്ട് ഇപ്പുറം ഒന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒളിമ്പിക്സിന്റെ പ്രൊപ്പലേഴ്സ് ഉണ്ട്, ടൈറ്റാനിക്കിന്റെ അല്ല. ഇതിന്റെ ഫോട്ടോ അവർ എടുത്തത്. Titanic was dressed in her signal flag. അതിന്റെ ഭാഗമാണ് ട്രെയിനിലെടുത്ത് കൊക്കിലേക്ക് People of Southampton who had welcomed her. By April 10th, the ship had been fully provisioned, including £75,000 of fresh meat, 40,000 eggs, 1,000. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടൈറ്റാനിക്കിന്റെ ഉള്ളിലെ റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന അതിൽ പറഞ്ഞിരുന്നു, മറ്റേ നമ്മുടെ ഈ ബെൽഫാസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയുക, നമുക്ക് ഇവിടെ സിംഗിൾ റൂം ഉണ്ട്, ഡബിൾ റൂം ഉണ്ട് എന്നൊക്കെ. ടൈറ്റാനിക്കിൽ അതിനേക്കാളും വലിയ കിടിലൻ റൂംസ് ആയിരുന്നു കേട്ടോ. ഇത് അന്നത്തെ കുറച്ച് പൈസക്കാർക്ക് വേണ്ടിയിട്ടുള്ള റൂമുകളാണ്. പൈസക്കാർക്ക് വേണ്ടി എവിടെയും നല്ല നല്ല ഫെസിലിറ്റീസ് കിട്ടും കേട്ടോ, പൈസ ഉണ്ടെങ്കിൽ കിട്ടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടൈറ്റാനിക്കിൻ്റെ കാഴ്ചകളാണ്. ടൈറ്റാനിക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കാണുന്ന കാഴ്ചകൾ കേട്ടോ. ഇതിപ്പോൾ എഞ്ചിൻ റൂമാണുള്ളത്. ഇത് കംപ്ലീറ്റ് 3D വർക്കാണ്. രണ്ട് സൈഡും ഉള്ളത് കണ്ടോ, ഈ സൈഡും ഉണ്ട്. ഓ, നമ്മളിങ്ങനെ തിരിയുന്ന പോലെ കേട്ടോ, ഭയങ്കര ഫീൽ ആയിരുന്നു. ബ്രോ വേഗം നടക്കും, ബ്രോ ഞാൻ നിൽക്കുന്ന വേഗം നടക്കും, ഏറ്റവും വേഗം ഫുള്ള് ഫ്രെയിം വരട്ടെ. ഓക്കെ, നിങ്ങൾ എഞ്ചിൻ റൂമാണ് ഈ കാണുന്നത്. എഞ്ചിൻ റൂമിൻ്റെ മിഡിലാണ് ഞാനുള്ളത്. നമ്മൾ തിരിയാൻ തുടങ്ങി, മെല്ലെ മുകളിലേക്ക് എത്തി. ശരിക്കും നമ്മൾ ലിഫ്റ്റ് കയറി പൊങ്ങുന്നില്ല, ആ ഒരു ഫീൽ വന്നിട്ട് നല്ല രസമാണ്. ഓക്കേ, എൻ്റെ മോനെ. യെസ്, അങ്ങനെ മുകളിലെത്തി, റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയ എത്തി. ഇവിടെ നമുക്ക് സൗണ്ടൊക്കെ മാറി. എഞ്ചിൻ്റെ സൗണ്ട് കുറച്ച് കേൾക്കുന്നില്ലോ, ബാക്കി പുറത്തുള്ള സൗണ്ടുകൾ ഇവിടെ കേൾക്കുന്നത്. നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നില്ലത് ഒന്ന് പറയണേ. പിന്നെ വീഡിയോ കണ്ടോടെ നടക്കുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് വഴുതുന്ന പോലെ ഫീൽ ചെയ്യും. കാരണം വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. ഇതാണ് ആൾക്കാർ താമസിക്കുന്ന മുറികൾ. ഇവിടെ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, സൗണ്ട് പിന്നെയും കുറഞ്ഞ് അടുത്തും വലിച്ച കോറിഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് ലക്ഷറി റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ മറ്റേ വയലിൻ്റെ ഒക്കെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര നിലയായി? 1 2 3 4 നാലാമത്തെ ഇടം കഴിഞ്ഞില്ല ഇപ്പോൾ. അതിനൊക്കെ ടോപ്പ് ഉണ്ടോ നല്ല ഡിസൈനിൽ. നമ്മളതിന് അടുത്ത ഫ്ലോറിൽ കയറാൻ തുടങ്ങിയത്. യെസ്, ഇതാണ് പിന്നെ നമ്മൾ ആ ജാക്ക് ആൻഡ് റോസ് സിനിമയെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കയറുന്നത് കോറിഡോറായിട്ട്. ഇതാണ് കേട്ടോ അത്. നമ്മളിങ്ങനെ എടുത്ത് പോകുന്ന പോലെ തന്നെ നോക്കിയാൽ ഇതൊക്കെ നിങ്ങളെ നമ്മളിങ്ങനെ പോകുന്ന ഫീലില്ലേ. വാവ്, ഇറ്റ്സ് എൻ അമേസിങ് തിങ് കേട്ടോ. വാവ് എന്ന് വെച്ചാൽ ഞാൻ അടുത്ത കാലത്ത് പോയ മ്യൂസിയങ്ങളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മ്യൂസിയം ഇതാണ് എനിക്ക് പറയാൻ പറ്റും. അവർ ഇത്രയും വലിയ ടെക്നോളജി ഞാൻ എവിടെയും കണ്ടില്ല. നമ്മൾ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. നമ്മളത് ആ ഒരു റൈഡ് പോയിട്ടില്ല, ആ റൈഡ് പോയ ഫീൽ എനിക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം 3 സൈഡും ഈ സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ 4 സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തല കറങ്ങി തന്നെ ഇങ്ങനെയൊക്കെ കറങ്ങുമ്പോൾ. അത്രയും നമ്മുടെ ബ്രെയിനിന് അത് ചീറ്റ് ചെയ്യാൻ പറ്റും.
എൻ്റെ ബ്രെയിൻ ഇപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ റിയൽ ആയിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ സ്ക്രീന് മൂവ് ചെയ്യുന്നതെന്ന് ബ്രെയിൻ പറയുന്നില്ല എന്നോട്, ഞാനാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒന്നും കൂടി എനിക്ക് എൻജോയ് ചെയ്യണം. അങ്ങനെ മുകളിലെത്തി. അതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? അതിൻ്റെ മുകളിൽ ക്യാപ്റ്റൻ്റെ ഇതാണ് സംഭവം. ഇവിടെയാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. ക്യാപ്റ്റൻ്റെ ഇടതുവശം ഉണ്ടോ നിങ്ങൾ? വീട് ഇടതുവശം കാണുന്ന സ്ഥലം കണ്ടോ? വീടല്ല, സോറി, വീടിൻ്റെ പൊട്ടത്തരം പറഞ്ഞാണ്, ക്ഷമിക്കണം. അതുപോലെ ഇതിൻ്റെ വലത്ത് സൈഡ് കണ്ടോ? ക്യാപ്റ്റൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അന്ന് പബ്ബിൻ്റെ എപ്പിസോഡിൽ കാണിച്ചു തന്നിരുന്നു. ഇതൊക്കെ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട ഫോട്ടോസാണ്, ഒറിജിനൽ ഫോട്ടോസാണ്. ഇത് പെയിൻറ്റിങ്സ് അല്ല, ഇത് ടൈറ്റാനിക്കിൻ്റെ ഉൾവശത്തുള്ള ഫോട്ടോസാണ്. ഉണ്ടോ? ഇവിടെ കളർ ഫോട്ടോ ആണ്, അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇത് ഫയർമാൻ, ഇലക്ട്രീഷ്യൻ എല്ലാം ടൈറ്റാനിക്കിനുള്ളിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, ഫുള്ള് കരി പിടിച്ച ജീവിതങ്ങൾ. അതാണ് ശരിക്കും പുറത്ത് ഭയങ്കര ആഡംബരവും താഴെ ഫുൾ കരി പിടിച്ച ജീവിതങ്ങളായിരുന്നു അവിടെ. ഇത് ടൈറ്റാനിക്കിൻ്റെ മറ്റൊരു റൂമാണ്, സെക്കൻഡ് ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഉണ്ട്, രണ്ടാൾക്ക് കിടക്കാൻ പറ്റും, മുകളിലും താഴെയായിട്ട്. ബർത്താണ്. പിന്നെ ചെറിയൊരു വാഷ്റൂം ഉണ്ട്, പോർട്ടബിൾ വാഷ്റൂം ഉണ്ട്, നമുക്ക് പൊക്കി വെക്കാനൊക്കെ പറ്റും. ഇത് കണ്ടോ, സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഇത് കണ്ടോ, വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ടവല്. ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജാക്കിൻ്റെ സ്വന്തം തേർഡ് ക്ലാസ്. ജാക്ക് മറ്റേ ചീട്ട് കളിച്ചിട്ട് ജയിച്ച കണ്ടോ, ഇതിൻ്റെ ആക്കി തേർഡ് ക്ലാസ്. ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാൻ പറ്റും, ഗ്ലാസും ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരു ഐറിഷ് ഗേളുടെ ഒരു വീഡിയോ ഓടുന്നുണ്ട്. മുകളിൽ നിന്ന് ഒരാൾ ഇതിൻ്റെ ഇങ്ങനെ മുടിയൊക്കെ വരുന്ന ആ സമയത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ നേരെ താഴയിൽ ഇവിടെ താഴെയുള്ള ആൾക്കാർ എന്തോ സംസാരിക്കുന്നുണ്ട്, എന്താ പറയുന്നറിയില്ല. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ബോക്സിൽ സാധനങ്ങൾ വെക്കാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് വാഷ് ബേസ്. ടോയ്ലറ്റ് അതെല്ലാം കോമൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ സമയത്ത്. ഇപ്പം നമ്മൾ കണ്ടതാണ് പൈസക്കാരുടെ സ്വന്തം വലിയ റൂം. ഇവിടുത്തെ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഉണ്ടോ? ഇതെന്താ ബ്രോ? ദ മെയ്ഡൻ വോയേജ്. ആ അതെ, ഓക്കെ. നേരെ അങ്ങനെ വന്നിട്ട് സദാംഡ്രി വന്നു. സദാംഡ്രി നമ്മൾ ആളെ എടുത്തു. വീണ്ടും അത് ചെർബോഗ് എന്ന് പറഞ്ഞ ഫ്രാൻസിൽ പോയി. അവിടെ നിന്ന് നേരെ ക്യൂൻസ്റ്റൗൺ, കോർക്ക്, നമ്മുടെ അയർലൻഡിലെ ഏറ്റവും താഴെ കോർക്ക്, അവിടെ നിന്നാണ് പോയപ്പോഴാണ് സംഭവം താഴെ ഇവിടുന്ന് അടിച്ചതല്ലേ. ഇതൊക്കെ ഈ ഷിപ്പിനകത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ്. പാത്രങ്ങൾ, ചെറിയ ഭരണികൾ, ചായക്കൊപ്പുകളൊക്കെയാണ്. ഇത് ടൈറ്റാനിക് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടില്ലേ? അത് സഹായിച്ച ആ റോബോട്ട് ഇട്ടത് സബ് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞാൽ. ഇത് അന്ന് പോയ ആൾക്കാരുടെ സൂട്ട്സ് ആയിരുന്നു മൊത്തം. സുവനീർസൊക്കെ വാങ്ങി കണ്ടോ, ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ആ ഒരു പേര് തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയാൽ അത്രയും ഭയങ്കര രസമാട്ടോ. വേറെ എന്താ പറയുക, അപ്പം ഇവർ യു കെയിൽ താമസിക്കുന്ന ആൾക്കാരോടാണ്, തീർച്ചയായിട്ടും ഇപ്പോൾ അയർലൻഡ് യു കെയിൽ താമസിക്കുന്നവരോടാണ്, നിങ്ങൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും വരിക, വിസിറ്റ് ചെയ്യുക, ബെൽഫാസ്റ്റിൽ വരണം. ഈ ഒരു മ്യൂസിയം കാണണം, നിങ്ങൾക്ക് വേർത്താണ്. ഇവിടെ കാണാനൊന്നുമില്ല ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അല്ല, ഈ ലോകത്തെ എനിക്ക് തോന്നുന്നത് വേറെ എവിടെയെങ്കിലും മ്യൂസിയം ഉണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിലാണെങ്കിൽ, എൻ്റെ കുഞ്ഞി അറിവിൽ പറയാം, ലോകത്തിൻ്റെ ടൈറ്റാനിക് മ്യൂസിയം ഇതാണ് മെയിനായിട്ട് വരുന്നത്, വേറെ എവിടെയില്ല. അപ്പം ഇത് കാണുന്നുണ്ട്, ഇവിടെ തന്നെ വരണം, അത് വലിയൊരു കാര്യമാണ്. ടൈറ്റാനിക് നിർമ്മിച്ച ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ഏരിയാസ്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നല്ലൊരു കണ്ടൻറ്റാണ്, നല്ലൊരു വീഡിയോ ആണ്. അങ്ങനെ മലയാളത്തിൽ ആരും അങ്ങനെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കാഴ്ച എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട്. നാളെ നമ്മൾ ഏതായാലും ഇവിടുന്ന് പോകുന്നത് നേരെ തിരിച്ച് സ്കോട്ട്ലൻഡിലേക്ക് പോകും. ഇനി നമ്മൾ അവിടെ മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ ഒക്കെ എന്താ പറയുക സ്റ്റേഡിയംസായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. അപ്പോൾ ബ്രോ ഒരുപാട് നന്ദി. ബെൽഫാസ്റ്റിൽ നമ്മൾ എല്ലാവിധ സഹായങ്ങൾ ചെയ്തു തന്നതിനും കൂടെ കൊണ്ട് നടന്നതിനും ഒരുപാട് നന്ദി. അനിൽ ബ്രോ ഞാൻ തമ്മിൽ ഏകദേശം 1 വർഷത്തോളം ബന്ധമുണ്ട്. 1 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നിട്ടും മൂപ്പർ എന്നെ നല്ല ഇതിൽ ട്രീറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി. മൂപ്പരുടെ ഫാമിലിയൊക്കെ എല്ലാവരും സ്വന്തം വീട്ടിലെ മെമ്പറെ പോലെ തന്നെ ട്രീറ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ ഹോസ്പിറ്റാലിറ്റി? അടിപൊളി, ശരിക്കും റിയാലിറ്റി. എന്തായാലും UK മലയാളീസ് തികച്ചും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഹൈലി റെക്കമെൻഡഡ്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഫുട്ബോൾ ഭ്രാന്തന്മാരെ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്കുള്ളതാണ്. മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ ലിവർപൂളിലൊക്കെ സ്റ്റേഡിയംസ് ആണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ടിക്കറ്റ് കിട്ടിയാൽ അടുത്ത എപ്പിസോഡ് കാണും. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.